ഹരേ രാമ ഹരേ കൃഷ്ണ. നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി ഇനി സമ്പത്ത് കുന്നുകൂടുന്ന കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഇനി 2025 വരെ കുബേര രാജയോഗമാണ്. മെയ് മാസം മുതൽ ഉണ്ടായ വ്യാഴമാറ്റം മൂലമുണ്ടാകുന്ന ഫലമാണിത്. ഇത് 2025 വരെ ഈ ഭാഗ്യയോഗം നിങ്ങൾക്കൊപ്പമുണ്ടാകും. എന്നു പറഞ്ഞാൽ കുബേര യോഗമുള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ. 2024 മെയ് 1-ാം തീയതിയോടെ വ്യാഴം രാശി മാറിയിരുന്നു. ഈ രാശിമാറ്റം 2025 വരെ തുടരുന്നതാണ്. ഇതിനാലാണ് ഈ പ്രത്യേക രാജയോഗം വന്നെത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജാതകവശാൽ കുബേര യോഗമുണ്ടെങ്കിൽ വളരെയധികം ധനഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇത് അതിവിശിഷ്ടമായ യോഗമാണ്. ഈ യോഗത്തിൽ സാമ്പത്തികം മാത്രമല്ല, സമൃദ്ധിയും നിങ്ങൾക്ക് കുടുംബത്തിലും എല്ലാവിധ ജോലികളിലും വളരെയധികം വിജയവും സമ്മാനിക്കും. തൊഴിൽ വിജയം, കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷം. എല്ലാ നാളുകാരെയും അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുമെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഈ രാജയോഗം കുബേരയോഗമായി മാറുകയും ചെയ്യുന്നതാണ്. ഈ യോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നല്ല ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. എല്ലാ നാളുകാർക്കും ഇത് ലഭിക്കില്ല. ചില പ്രത്യേക രാശിക്കാർക്ക്, ചില പ്രത്യേക നാളുകാർക്കാണ് ഈ അവസരത്തിൽ കുബേരയോഗം വന്നു ചേരുന്നത്. ഇത് 2025 വരെ നീണ്ടു നിൽക്കുന്ന ഒരു യോഗം കൂടിയാണ്. ഇനി ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക കാൽ. അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം ചേർന്ന മേടരാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ കുബേരയോഗം വന്നുചേരും. ഇവർക്ക് അതിസമ്പന്നതയിലേക്ക് കടക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഠിനമായ അധ്വാനത്തിന് എല്ലാവിധ ഫലങ്ങളും വന്നുചേരും. സമ്പത്തും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ അലയടിക്കുന്നതാണ്. നിങ്ങളുടെ പൂർവികരുടെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനിയുള്ള ദിവസങ്ങളിൽ മാറിക്കിട്ടുന്നതാണ്. ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് നടക്കാതിരുന്ന എല്ലാവിധ കാര്യങ്ങളും ഈ സമയത്ത് സാധ്യമായി കിട്ടുന്നതാണ്. വീട്, വാഹനം, വസ്തു എന്നിവ വാങ്ങുവാനും വിൽക്കുവാനും ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത് സാധ്യമാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കടബാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ഈ സമയത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കടം കൊടുത്തത് തിരികെ ലഭിക്കാതിരുന്ന പണം നിങ്ങളുടെ കൈവശം വന്നു ചേരും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് വളരെയധികം മികച്ച ഫലം ലഭിക്കുകയും ചെയ്യും. ഇവർക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമാണ് കാത്തിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയ നേട്ടമാണ് വന്നു ചേരുക. പൊതുജനങ്ങളുടെ പിന്തുണ എല്ലായ്പ്പോഴും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുടുംബജീവിതം വളരെയധികം ദൃഢമായി തീരുന്നതാണ്. പരസ്പരം പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർ ഒരുമിക്കും. പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്യും. പൊതുവെ വളരെയധികം സന്തോഷവും സമാധാനവും ധനനേട്ടവുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതം അനുഷ്ഠിക്കുകയും ആചാരാനുഷ്ഠാന പ്രകാരമുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം കാൽ, പൂയം, ആയില്യം. കർക്കിടക രാശിയിൽപ്പെട്ട പുണർതം അവസാന 15 നാഴിക, പൂയം, ആയില്യം എന്നിവർക്ക് കുബേരയോഗത്തിലൂടെ അതിസമ്പന്ന യോഗം വന്നുചേരും. ഇവർക്കിത് 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ വളരെയധികം ധന നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നുചേരും.
പ്രധാനമായും നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം മികവുണ്ടാകുകയും ചെയ്യുന്നതാണ്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും നല്ല ഫലങ്ങളാണ് വന്നെത്തുക. നിങ്ങളുടെ എല്ലാവിധ ബിസിനസ് കാര്യങ്ങളിലും ധന നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള മോചനം ലഭിക്കുകയും ചെയ്യും. പലവിധ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ഐശ്വര്യപൂർണമായ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. ധനം പല ദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തും. ധനത്തിനു വേണ്ടി നിങ്ങൾക്ക് ഈ സമയത്ത് മറ്റാരെയും ആശ്രയിക്കേണ്ടതായി വരികയുമില്ല. വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വളരെയധികം ദൃഢമായി തന്നെ തുടരുന്നതാണ്. നിങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പം വളരെയധികം സമയം ചെലവഴിക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ പഠനത്തിൽ വളരെയധികം മികവ് പുലർത്തുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ പേരിൽ അഭിമാനിക്കുവാൻ തക്കതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വളരെ കാലമായി ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവുകൾക്കും യോഗ്യതകൾക്കും തീർത്തും അനുയോജ്യമായ ജോലി ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ അവസരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഉയർത്തുക മാത്രമല്ല, കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അതിന് അർഹമായ അംഗീകാരം നേടുവാനും സഹായിക്കും. ഒരു പുതിയ വലിയ കമ്പനിയിൽ ചേരുകയോ നിലവിലെ ജോലിയിൽ പ്രമോഷൻ നേടുകയോ ചെയ്തേക്കാം. ഈ പുതിയ വഴിത്തിരിവ് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയരങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വേണ്ടപ്പെട്ട ആളുകളുടെ പിന്തുണയും സ്നേഹവും കൂടുതൽ വിലമതിക്കും. നിങ്ങളുടെ പങ്കാളിയുമായോ കുടുംബാംഗങ്ങളുമായോ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാനും ഇടവരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വരുമാനം വർദ്ധിക്കുവാനോ അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക നേട്ടം ലഭിക്കുവാനോ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ എല്ലാവിധ കടങ്ങൾ വീട്ടുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നതാണ്. ഒരു പുതിയ നിക്ഷേപം അവസരം ലഭിക്കുകയോ അല്ലെങ്കിൽ നിലവിലെ സമ്പാദ്യത്തിൽ നിന്ന് മിച്ച വരുമാനം നേടുകയോ ചെയ്തേക്കാം. ഈ സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്ക് മനസമാധാനവും സുരക്ഷിതത്വവും നൽകുന്നതാണ്. സർവാഭീഷ്ടദായകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഈ ഗ്രഹം ഭാഗ്യം, സമൃദ്ധി, വിജയം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യാഴത്തിൻ്റെ ഈ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും വലിയ മാറ്റങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി കൈവരിക്കുവാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. വ്യാഴം ശുക്ര ദശാപഹാരങ്ങൾ നടക്കുന്ന ആളുകൾക്ക് ഈ സമയം പ്രത്യേക പ്രാധാന്യമാണുള്ളത്. ഈ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും വഴിപാടുകൾ നടത്തുന്നത് വളരെയധികം ഗുണകരമായി തീരും. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും അറുതി വരുന്ന ഒരു സമയം കൂടിയാണ്. കർക്കിടക രാശിയിലുള്ള പൂയം, ആയില്യം, പുണർദം നക്ഷത്രക്കാർ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും കഴിയും വിധം വഴിപാടുകളൊക്കെ നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി. കന്നി രാശിയിൽപ്പെടുന്ന ഉത്രം അവസാന പാദം, അത്തം ചിത്തിര ആദ്യ പകുതി എന്നിവർക്കാണ് ഈ രാജയോഗം വന്നു ചേരുന്നത്.
നിങ്ങൾക്ക് അതിഗംഭീരമായ നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. നിങ്ങളുടെ 9ാം ഭാവത്തിലാണ് ഈ കുബേരയോഗം വന്നു ചേരുന്നത്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി ആഗ്രഹ സാഫല്യം നേടുവാൻ സാധിക്കും. അത്ഭുതവഹമായ അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജോലിയിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളാണ് സമ്മാനിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാനും കഴിയുന്നതാണ്. നിലവിൽ ബിസിനസ്സിലുള്ള ആളുകൾക്ക് വളരെയധികം ധനനേട്ടം വന്നു ചേരുന്നതാണ്. കിട്ടാക്കടങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരും. ധനവരവിനുള്ള എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുകയും ചെയ്യും. ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് വിവാഹത്തിന് നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. പ്രണയബന്ധത്തിലുള്ള ആളുകളുടെ ജീവിതം വിവാഹത്തിൽ എത്തിച്ചേരും. കുടുംബജീവിതത്തിൽ വളരെയധികം സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും. ആരോഗ്യപരമായ നല്ല പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടും. വീട്, വാഹനം, വസ്തു എന്നിവ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഷെയറിലൂടെ വളരെയധികം ധനലാഭം വന്നു ചേരുകയും ചെയ്യും. സമാധാനവും സന്തോഷവും എല്ലാ രീതിയിലും നിങ്ങൾക്കൊപ്പം വന്നു ചേരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നല്ല ഫലങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുക. കുബേരയോഗം നന്നായി ലഭിക്കുവാൻ വ്യാഴപ്രീതി വരുത്തുന്നത് വളരെയധികം ഗുണകരമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൊണ്ടുവരുവാനും സാധിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും മേലധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാനും ശ്രമിക്കുക. വിദേശ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരുടെ യോഗ്യതയ്ക്കും അനുഭവത്തിനും അനുയോജ്യമായ അവസരങ്ങൾ വന്നെത്തുന്നതാണ്. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. ധനപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെറിയ ചെലവുകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. കന്നി രാശിയിലുള്ള ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആചാരാനുഷ്ഠാനപ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത്, അതുപോലെ തന്നെ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.